Hi, I am Rogers Jose, Managing Director of Alpha Academy and Genius Integrated School, Alappuzha. 2024 മെഡിക്കൽ സെക്ടറിലെ ഏറ്റവും പ്രാധാന്യമുള്ള എക്സാമിനേഷൻ നീറ്റ് എക്സാമിനേഷൻ. ഈ നീറ്റ് എക്സാമിനേഷന് ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നു. ഫെബ്രുവരി 9 മുതൽ മാർച്ച് 9 വരെയാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ടൈം. ഈ NTA നടത്തുന്ന നീറ്റ് എക്സാമിനേഷൻ ത്രൂ ആണ് ഇന്ത്യ മുഴുവനുള്ള MBBSൻ്റെയും BDSൻ്റെയും അത് ഗവൺമെൻറ് സെക്ടർ ആകട്ടെ പ്രൈവറ്റ് സെക്ടർ ആകട്ടെ സെൻട്രൽ കൺട്രോൾഡ് യൂണിവേഴ്സിറ്റികളാവട്ടെ ഇതിനോടൊപ്പം ഡീംഡ് യൂണിവേഴ്സിറ്റികളുടെയും ഉൾപ്പെടെയുള്ള മുഴുവൻ സീറ്റുകളും ഫില്ല് ചെയ്യുന്നത് NTA നീറ്റ് എക്സാമിനേഷൻ ത്രൂ ആണ്. ഈ വർഷത്തെ നീറ്റ് എക്സാമിനേഷൻ്റെ ഡേറ്റ് നമുക്കറിയാം മെയ് 5 മെയ് 5 എക്സാമിനേഷൻ്റെ റിസൾട്ട് ജൂൺ 14 ജൂൺ 14 റിസൾട്ടും പബ്ലിഷ് ചെയ്യും. ഈ മെയ് 5 നടക്കുന്ന എക്സാമിനേഷൻ 3 hours 20 minutesൻ്റെ 3 മണിക്കൂർ 20 മിനിറ്റിൻ്റെ എക്സാമിനേഷൻ കഴിഞ്ഞ വർഷത്തെ സെയിം പാറ്റേണിൽ തന്നെയാണ് ഈ വർഷം എക്സാമിനേഷൻ ഓഫ്ലൈനായി ഇന്ത്യ മുഴുവനുള്ള എല്ലാ സ്റ്റേറ്റുകളിലുമായി എക്സാമിനേഷൻ നടക്കുന്നത്. ഈ മെയ് 5 നടക്കുന്ന എക്സാമിനേഷൻ 3 hours 20 minutes കൊണ്ട് അതായത് 200 minutes കൊണ്ട് 200 ക്വസ്റ്റ്യൻസ് ആണ് NTA എക്സാമിനേഷൻ നീറ്റ് എക്സാമിനേഷൻ ഉണ്ടാവുക. ഈ 200 ക്വസ്റ്റ്യൻസിൽ 180 ക്വസ്റ്റ്യൻസ് നാം ആൻസർ ചെയ്യുമ്പോൾ ഒരു ഉത്തരം ശരിയായിട്ട് അറ്റൻഡ് ചെയ്താൽ 4 മാർക്ക്. അങ്ങനെ ടോട്ടൽ 720ൽ നടക്കുന്ന എക്സാമിനേഷന് നമുക്ക് കിട്ടുന്ന മാർക്കിനെ ബേസ് ചെയ്തിട്ടാണ് റാങ്ക് പബ്ലിഷ് ചെയ്യുകയും നമുക്ക് ഏത് കോഴ്സിലേക്കാണ് അഡ്മിഷൻ ലഭിക്കേണ്ടതെന്ന് ഓപ്ഷൻ രജിസ്ട്രേഷനിൽ പങ്കെടുത്തുകൊണ്ട് നമുക്ക് അഡ്മിഷൻ ലഭിക്കുകയും ചെയ്യുക. അതുകൊണ്ട് തന്നെ MBBSൻ്റെയും BDSൻ്റെയും ഇന്ത്യ മുഴുവനുള്ള ടോപ്പ് മോസ്റ്റ് ക്യാമ്പസുകളായ AFMC, എയിംസ്, ജിപ്മർ ഇതിനോടൊപ്പം ഓരോ സ്റ്റേറ്റ് വൈസ് വരുന്ന ഗവൺമെൻറ് കോളേജുകൾ, പ്രൈവറ്റ് കോളേജുകൾ, ഡീംഡ് യൂണിവേഴ്സിറ്റികൾ എല്ലാ ക്യാമ്പസുകളിലേക്കും നമുക്ക് അഡ്മിഷൻ ലഭിക്കാൻ ഈ NTA നടത്തുന്ന നീറ്റ് എക്സാമിനേഷൻ എഴുതണം. ഇതിനോടൊപ്പം ഓരോ സ്റ്റേറ്റ് വൈസ് വരുന്ന അതർ കോഴ്സസ് ഹോമിയോ, വെറ്റിനറി ഉൾപ്പെടെയുള്ള മെഡിക്കൽ സെക്ടറിലെ 10-30ഓളം കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ലഭിക്കാനും നാം ഈ നീറ്റ് എക്സാമിനേഷൻ തന്നെയാണ് എഴുതേണ്ടത്. ഇനി എങ്ങനെയാണ് നീറ്റ് എക്സാമിനേഷന് നാം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട പ്രൊസീജിയറുകൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം. ഈ നീറ്റ് എക്സാമിനേഷനുള്ള ആപ്ലിക്കേഷൻ സബ്മിഷൻ മാത്രമല്ല 2024 ഇതുവരെ വിളിച്ചിരിക്കുന്ന എല്ലാ ആപ്ലിക്കേഷനും ആൽഫ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇതിനോടൊപ്പം ഇനി വരാൻ പോകുന്ന പുതിയ എക്സാമിനേഷൻ ഏതുമാവട്ടെ, ഇതുവരെ വിളിച്ചു കഴിഞ്ഞ JEE എക്സാമിനേഷനും കുസാറ്റ് എക്സാമിനേഷനും ബിറ്റ്സാറ്റും വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ പരീക്ഷകളും ഇത് കൂടാതെ ഇനി ആപ്ലിക്കേഷൻ വിളിക്കാനിരിക്കുന്ന ധാരാളം പരീക്ഷകളിൽ ചിലതായ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയും നാഷണൽ ഡിഫൻസ് അക്കാഡമിയും കീം എക്സാമിനേഷനും SSCR എക്സാമിനേഷനും ഏതുമാവട്ടെ എൻട്രൻസ് പരീക്ഷകൾ പുതിയ ആപ്ലിക്കേഷൻ വിൻവെയിറ്റ് ചെയ്യുന്ന ഓരോ മൊമെന്റിലും കൃത്യമായി വിദ്യാർത്ഥികളിലേക്കും രക്ഷിതാക്കളിലേക്ക് എത്താനും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് സാധിക്കും. നമുക്ക് നോക്കാം എങ്ങനെയാണ് NTA നീറ്റ് എക്സാമിനേഷന് ഈ ഫെബ്രുവരി 9 മുതൽ മാർച്ച് 9 വരെ ഇൻ ബിറ്റ്വീൻ കൃത്യമായി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. അതിനാദ്യമായി ചെയ്യേണ്ടത് NTA വെബ്സൈറ്റായ neet.ntaonline.in എന്ന വെബ്സൈറ്റിലേക്ക് എൻ്റർ ആകുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഈ ചെയ്യുന്ന സമയത്ത് ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ നാം എൻട്രി ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. +2 കഴിഞ്ഞ വിദ്യാർത്ഥികളും ഏജ് ബാർ ഇപ്പോൾ നിലവിലില്ല. നമുക്ക് ഏതൊരു NTA എഴുതണമെന്നും MBBSനോ BDS അതുപോലുള്ള മെഡിക്കൽ സെക്ടറിലെ ഏറ്റവും മികച്ച കോഴ്സുകൾക്ക് അഡ്മിഷൻ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും തീർച്ചയായും ഏജ് നോക്കാതെ തന്നെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. ഇതിൽ ഏറ്റവും പ്രാധാന്യത്തോടെ നമ്മുടെ കയ്യിൽ വേണ്ട ഡോക്യുമെന്റ് ഫോട്ടോ ഐഡന്റിറ്റി ഉള്ള ഒരു ID പ്രൂഫാണ്. ഇതിനോടൊപ്പം നമുക്ക് 2 മൊബൈൽ നമ്പർ നമുക്ക് OTP വരുന്നതിനും മെസ്സേജുകൾ വരുന്നതിനുമായിട്ടുള്ള കൃത്യമായ സ്റ്റുഡന്റ് കാൻഡിഡേറ്റിൻ്റെയോ പേരൻസിൻ്റെ ആയിട്ടുള്ള 2 മൊബൈൽ നമ്പറുകൾ, ഇതിനോടൊപ്പം വാലിഡ് ആയിട്ടുള്ള 2 ഇമെയിൽ ID ഇവയൊക്കെ ഏറ്റവും പ്രാധാന്യത്തോടെ കരുതി വെച്ചിട്ട് വേണം ഓൺലൈൻ രജിസ്ട്രേഷൻ നാം സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ. വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് ഈ സൈറ്റിലേക്ക് നാം വന്നു കഴിയുമ്പോൾ ഈ പേജിൽ നമുക്ക് കാണാം 3 സ്റ്റെപ്പുകളിലായിട്ടാണ് ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ പ്രോസസ്സിംഗ് നടക്കേണ്ടത്. ഫസ്റ്റ് വൺ അപ്ലൈ ഫോർ ഓൺലൈൻ രജിസ്ട്രേഷൻ. ഓൺലൈൻ രജിസ്ട്രേഷൻ എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഫിൽ ആപ്ലിക്കേഷൻ ഫോം. ഓൺലൈനായി ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. തേർഡ് വൺ ഡോക്യുമെന്റ് സബ്മിഷൻ എന്ന് പറയുന്നതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. ഈ 3 സ്റ്റെപ്പുകൾ നമുക്ക് പല ദിവസങ്ങളിലായിട്ട് ചെയ്യാം. പക്ഷേ ആദ്യത്തെ സ്റ്റെപ്പ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ആദ്യം ചെയ്ത് ഒരു യൂസർ നെയിം പാസ്വേഡും ക്രിയേറ്റ് ചെയ്ത് വേണം
പിന്നീടുള്ള ഓരോ സ്റ്റെപ്പുകളിലും പിന്നീട് നമുക്ക് ഈ സൈറ്റിലേക്ക് എൻ്റർ ആവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആദ്യം നാം ക്രിയേറ്റ് ചെയ്യുന്ന യൂസർ നെയിമും പാസ്വേഡും കൃത്യമായി നാം സൂക്ഷിച്ച് സേവ് ചെയ്ത് എഴുതി നമ്മുടെ കയ്യിൽ സൂക്ഷിച്ചു വയ്ക്കുകയും വേണം. ഇനി നമുക്ക് നോക്കാം ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താണ് ആദ്യം ചെയ്യേണ്ടത്. ന്യൂ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ. ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റ് ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്കിൽ ചെയ്തുകൊണ്ടാണ് ഈ പേജിലേക്ക് എൻ്റർ ആവേണ്ടത്. ഇവിടെയാണ് നമുക്ക് ക്ലിക്ക് ചെയ്യേണ്ടത് ന്യൂ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ. ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിഷനുള്ള പ്രൊസീജിയറാണ് ഫസ്റ്റ് വരുന്നത്. ഇത് കൃത്യമായിട്ട് നാം വായിച്ച് മനസ്സിലാക്കണം. ഇവിടെ ഫസ്റ്റ് വൺ ഡൗൺലോഡ് ഇൻഫോർമേഷൻ ബുള്ളറ്റിൻ. ഏറ്റവും വിശദമായി തന്നെ നമ്മുടെ ഓരോ സംശയങ്ങളും കൃത്യമായിട്ട് ക്ലിയർ ചെയ്യത്തക്ക രീതിയിൽ വളരെ വിശദമായിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ ബുള്ളറ്റിൻ ഇവിടെ നൽകിയിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് ഓരോ കാൻഡിഡേറ്റ്സും കൃത്യമായിട്ട് മനസ്സിലാക്കണം. പേരൻസും ഈ ഇൻഫോർമേഷൻ ബുള്ളറ്റിനുള്ള ഓരോ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സുകളും മനസ്സിലാക്കി വേണം നാം മുന്നോട്ട് പോകാൻ. ഫസ്റ്റ് വൺ റീഡ് കെയർഫുള്ളി. ഇത് മുഴുവൻ കൃത്യമായിട്ട് വായിക്കണം എന്നാണ് ആദ്യം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് തരുന്നത് NTA. സെക്കൻഡ് വൺ, നാം കൃത്യമായി തെറ്റുകളില്ലാതെ ഓൺലൈൻ രജിസ്ട്രേഷനിലൂടെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യണം. തേർഡ് വൺ, നമുക്കുള്ള എല്ലാ എലിജിബിലിറ്റി ക്രൈറ്റീരിയകളും കൃത്യമായിട്ട് നാം മനസ്സിലാക്കി നാം മുന്നോട്ട് പോകണം. ഫോർത്ത് വൺ, എക്സാമിനേഷൻ ഫീ. ഒരു ജനറൽ കാറ്റഗറി സ്റ്റുഡൻ്റ് ആണെങ്കിൽ 1700 റുപ്പീസ് ആണ് ആപ്ലിക്കേഷൻ സബ്മിഷന്റെ ചാർജ് വരുന്നത്. ഇതിനോടൊപ്പം EWS കാറ്റഗറിയോ OBC NCL നോൺ ക്രിമിനൽ കാറ്റഗറിയിലോ വരുന്ന കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 1600 റുപ്പീസ് ആണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. തേർഡ് സെക്ഷൻ വരുന്നത് SC ST PWD പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ, അതുപോലെ തേർഡ് ജെൻഡർ കാറ്റഗറി മെയിലും ഫീമെയിലും അല്ലാതെ തേർഡ് ജെൻഡർ കാറ്റഗറിയിൽ വരുന്ന ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ 1000 റുപ്പീസ് ആണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ ഫീസ് നമുക്ക് മനസ്സിലായി. ജനറൽ കാറ്റഗറി ആണെങ്കിൽ 1700, OBC NCL ആണെങ്കിൽ 1600, SC ST PWD കാറ്റഗറി വരുന്നെങ്കിൽ 1000 റുപ്പീസ്. ഇതാണ് ആപ്ലിക്കേഷൻ ഫീസ് ആയിട്ട് നാം റെമിറ്റ് ചെയ്യേണ്ടത്. ഇനി ആപ്ലിക്കേഷൻ റെമിറ്റ് ചെയ്യാൻ നമുക്ക് ക്യാഷ് പേയ്മെന്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ചെല്ലാനെടുത്ത് ബാങ്കിൽ കൊണ്ട് അടയ്ക്കാൻ പറ്റില്ല. നമുക്ക് ചെയ്യേണ്ടത് ഓൺലൈനായി മാത്രമാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ ഓൺലൈൻ ആപ്ലിക്കേഷനായിട്ട് ക്യാഷ് അടയ്ക്കാൻ പറ്റും എന്നുള്ള ഒരു സർവീസും കൂടെ നമുക്കുണ്ട് എന്ന് ഉറപ്പുവരുത്തി വേണം ആപ്ലിക്കേഷൻ സബ്മിഷനിൽ നാം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ. ഇല്ലെങ്കിൽ അതിനുള്ള സൗകര്യമുള്ള ഒരു സ്ഥലത്ത് വേണം നാം ആപ്ലിക്കേഷൻ സബ്മിഷന്റെ പേയ്മെന്റ് ഡീറ്റെയിൽസ് ഒക്കെ ചെയ്യുവാനായിട്ട്. ഇനി നമ്മൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടി വരിക അപ്ലൈ ചെയ്തിരിക്കുന്ന സമയത്ത്? ഫസ്റ്റ് വൺ, നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി വരുന്നത് ഒരു റീസെന്റ് ഫോട്ടോഗ്രാഫ് ഷുഡ് ബി എയ്തർ ഇൻ കളർ ഓർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിത്ത് 80% ഫേസ് വിത്തൗട്ട് മാസ്ക്. ഒരു 80% ഫേസിന്റെ വിസിബിലിറ്റി ഉള്ള ഒരു ഫോട്ടോ നമ്മുടെ കയ്യിൽ നിർബന്ധമായിട്ട് ഉണ്ടാവണം അപ്ലോഡ് ചെയ്യുവാൻ. ഈ ഫോട്ടോ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അത് കളറോ ബ്ലാക്ക് ആൻഡ് വൈറ്റോ ആകാം, പക്ഷേ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയിരിക്കണം. ഇനി നമ്മുടെ ഫേസ്, നമ്മൾ എപ്പോഴും കോമൺ ആയിട്ട് സ്പെക്സ് യൂസ് ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ ആ സ്പെക്സ് വെച്ച് തന്നെ നമുക്ക് ഫോട്ടോ എടുക്കാം. പക്ഷേ നല്ല ഒരു 80% നമ്മുടെ ഫേസിനെ വിസിബിൾ ആകുന്ന രീതിയിലുള്ള ഫോട്ടോ തന്നെ ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. ഇനി ഫോട്ടോയുടെ താഴെ, ആ എടുക്കുന്ന ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയുടെ താഴെ നമ്മുടെ നെയിമും ഫോട്ടോ എടുക്കുന്ന ഡേറ്റും പ്രിന്റ് ചെയ്തിട്ടുണ്ടാവണം. അടുത്തതായിട്ട് നമ്മുടെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം. ആ സിഗ്നേച്ചറും നാം ഒരു പേപ്പറിൽ സൈൻ ചെയ്തിട്ട് ആ ഇമേജ് അപ്ലോഡ് ചെയ്യണം. ഇത് രണ്ടും JPG ഫോർമാറ്റിലാണ്. ഫോട്ടോ ആണെങ്കിലും സിഗ്നേച്ചർ ആണെങ്കിലും അപ്ലോഡ് ചെയ്യേണ്ടത് JPG ഫോർമാറ്റിലാക്കി വേണം നാം അപ്ലോഡ് ചെയ്യുവാൻ. നാം അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റിന്റെ സൈസ്, ഫോട്ടോഗ്രാഫ് ആണെങ്കിൽ 10 to 200 KB സൈസിൽ നിൽക്കണം. സിഗ്നേച്ചറിന്റെ ഇമേജ് ആണെങ്കിൽ 4 to 30 KB ഇൻ ബിറ്റ്വീൻ സൈസിൽ നിൽക്കുന്ന രീതിയിൽ JPG ഫോർമാറ്റിലാക്കി വേണം നാം സിഗ്നേച്ചറിന്റെ ഇമേജ് അപ്ലോഡ് ചെയ്യുവാൻ. ഫിഫ്ത്ത് വൺ, നമുക്കൊരു പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റി ഉള്ള കാൻഡിഡേറ്റ് ആണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റും ഇതേപോലെ ഡോക്യുമെന്റ്സ് ആയിട്ട് നാം അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഈ 5 കാര്യങ്ങളിൽ നമ്മുടെ ഫോട്ടോ, സിഗ്നേച്ചർ, അതിനോടൊപ്പം PWD കാറ്റഗറിയിൽ വരുന്ന റിസർവേഷൻ ഉള്ള ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ്, ഇത്രയും കാര്യങ്ങൾ കൃത്യമായി ചെക്ക് ചെയ്ത് വേണം നാം അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ. ഇത് ഒരിക്കലും നമുക്ക് കറക്റ്റ് ചെയ്യാൻ NTA അനുവദിക്കത്തില്ല. പിന്നീടൊന്ന് എഡിറ്റ് ചെയ്യാനോ കറക്റ്റ് ചെയ്യാനോ സമ്മതിക്കത്തില്ല. നാം ഏതെങ്കിലും ഒരു അക്ഷയ സെന്ററിലോ മറ്റൊരു കാൻഡിഡേറ്റിന്റെ വീട്ടിൽ പോയിരുന്നിട്ട് അവരുടെ സിസ്റ്റത്തിലൊക്കെയാണ് നാം ഇങ്ങനെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ നാം ബ്രൗസർ യൂസ് ചെയ്തിട്ട് ഒരു നമ്മുടെ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്തിരിക്കുന്ന ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത്
ആ സിസ്റ്റത്തിൽ കിടക്കുന്ന വേറൊരു ഫോട്ടോ അല്ലെങ്കിൽ വേറൊരു കാൻഡിഡേറ്റിൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ പിന്നീട് നമുക്കത് എഡിറ്റ് ചെയ്യാനോ ചേഞ്ച് ചെയ്യാനോ ഒന്നും NTA അവസരം തരില്ല എന്നാണ് നിർബന്ധമായും ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കൃത്യമായും നമ്മുടെ തന്നെ ഫോട്ടോയാണ്, സിഗ്നേച്ചറാണ്, നമുക്കുള്ള ഡിസബിലിറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ആണ് അപ്ലോഡ് ചെയ്യുന്നത് എന്ന് കൃത്യത ഉറപ്പുവരുത്തി മാത്രമേ നാം അപ്ലോഡ് ചെയ്യാവൂ. സ്റ്റെപ്പ് 3ൽ ഫീ പേയ്മെൻറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് ക്യാഷ് പേയ്മെൻറ്റോ അല്ലെങ്കിൽ ചെല്ലാനായോ സാധിക്കത്തില്ല. ഓൺലൈനായി തന്നെ വേണം നാം ആപ്ലിക്കേഷൻ്റെ ഫീസ് റെമിറ്റ് ചെയ്യുവാൻ. ഇനി നമ്മളിവിടെ ന്യൂ രജിസ്ട്രേഷൻ ചെയ്ത് കഴിയുമ്പോൾ ഒരു പാസ്വേഡ് നാം ക്രിയേറ്റ് ചെയ്യണം. നമുക്കൊരു യൂസർ നെയിമും പാസ്വേഡും ഉണ്ടാവും. ഈ പാസ്വേഡിൽ എന്തൊക്കെ ഉണ്ടാവണം? ഫസ്റ്റ് വൺ അപ്പർ കേസ് ലെറ്റർ ഉണ്ടാവണം. സെക്കൻഡ് വൺ ലോവർ കേസ് ലെറ്റർ ഉണ്ടാവണം. 1 ന്യൂമറിക്കൽ വാല്യൂ ഡിജിറ്റ് ഉണ്ടാവണം. 1 സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ടാവും. ഇങ്ങനെ 8 to 13 ക്യാരക്ടേഴ്സ് വരുന്ന ഒരു പാസ്വേഡ് ആണ് നാം ക്രിയേറ്റ് ചെയ്യേണ്ടത്. എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. അതെല്ലാവരും വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അത് നോക്കി മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടേതായ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്താൽ മാത്രം പോരാ, അത് എഴുതി നാം സൂക്ഷിച്ചു വെക്കണം. ഇപ്പം മാത്രമല്ല, എക്സാമിനേഷൻ എഴുതുന്ന സമയത്ത് ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനും അതിനുശേഷം റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന സമയത്തും പിന്നീട് എന്തെങ്കിലും ഒരു കറക്ഷന് വേണ്ടിയിട്ട് വിൻഡോ ഓപ്പൺ ചെയ്താലും ഒക്കെ ഈ യൂസർ നെയിമും പാസ്വേഡും നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവേണ്ടതാണെന്ന് എല്ലാ കാൻഡിഡേറ്റ്സും പേരൻസും മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങൾ നാം വായിച്ചു കൃത്യമായിട്ട് മനസ്സിലാക്കിയാണ് ഞാൻ ഈ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡ് പ്രസ് ചെയ്ത് വേണം നാം അടുത്തൊരു പേജിലേക്ക് മൂവ് ചെയ്യുവാൻ. അപ്പം നമ്മൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ വരുന്ന നീറ്റ് UG 2024ൻ്റെ നെക്സ്റ്റ് പേജിലേക്ക് എൻ്റർ ആയി കഴിഞ്ഞാൽ ലോഗിൻ ആൻഡ് ഐഡന്റിഫിക്കേഷൻ ഫോർ ഓൺലൈൻ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഫോം. ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്ന വ്യക്തിയുടെ ഐഡന്റിറ്റി സേവ് ചെയ്യാൻ എന്തൊക്കെ ഡോക്യുമെന്റ്സ് നമുക്ക് സൂക്ഷിക്കാം, എന്ത് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം എന്നുള്ളത് ചെക്ക് ചെയ്യുന്ന പേജിലേക്കാണ് നാം വരുന്നത്. നമുക്കവിടെ ഓരോന്നും വായിച്ചിട്ട് ഇതിൽ എന്താണ് എൻ്റെ കയ്യിൽ ഉള്ളതെന്ന് നാം ടിക്ക് ചെയ്ത് വേണം നാം മുന്നോട്ട് പോകാൻ. ഇവിടെ ഫസ്റ്റ് ഐ ഹാവ് ആധാർ കാർഡ്. എനിക്ക് ആധാർ കാർഡ് ഉണ്ടെങ്കിൽ നമുക്കത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ജനറേറ്റ് OTP വരും. ആ OTP വരാൻ ആധാർ നമ്പർ നമ്മളിവിടെ എൻ്റർ ചെയ്യണം. നമ്മുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ആ ആധാർ നമ്പർ ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോൺ നമ്പറിലേക്ക്, ആ ഫോണിലേക്ക് ഒരു OTP വരും. ആ OTP എൻ്റർ ചെയ്ത് വേണം നാം മുന്നോട്ട് മൂവ് ചെയ്യുവാൻ. ഇവിടെ ആധാർ കാർഡ് ആണെങ്കിൽ ആധാർ കാർഡിന്റെ നമ്പർ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് OTP ചോദിക്കുക. OTP നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് കയറാം. ഇനി താഴേക്ക് പോകുമ്പോൾ നമുക്ക് പാൻ കാർഡ് ഉള്ളെങ്കിൽ പാൻ കാർഡ് എൻ്റർ ചെയ്താൽ മതിയാവും. ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ OTP ഒന്നും ചോദിക്കത്തില്ല. അതുപോലെ നമുക്ക് അവിടെ എന്താണ് പാസ്പോർട്ട് ആണോ ഉള്ളത്, അതുപോലെ എന്തൊക്കെയാണോ നമ്മുടെ ആ ഡോക്യുമെന്റ്സ് ഉള്ളത് അത് എൻ്റർ ചെയ്ത് വേണം ഫസ്റ്റ് സ്റ്റെപ്പിൽ ഐഡന്റിറ്റി പ്രൂവ് ചെയ്ത് വേണം നാം എൻ്റർ ആകുവാൻ. ഫസ്റ്റ് പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ കാൻഡിഡേറ്റ് നെയിം, ഒരു കാൻഡിഡേറ്റ് നെയിം എൻ്റർ ചെയ്യണം. ഫാദർ ഗാർഡിയൻ്റെ നെയിം എൻ്റർ ചെയ്യണം. ഇത് എൻ്റർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സർട്ടിഫിക്കറ്റ്, 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ +2വിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് എടുത്ത് വെച്ചിട്ട് അതേലെ സ്പെല്ലിങ് നോക്കി അച്ഛൻ്റെ നെയിം ആണെങ്കിലും മദറിൻ്റെ നെയിം ആണെങ്കിലും നമ്മുടെ അഡ്രസ്സ് ആണെങ്കിലും എല്ലാം മിസ്റ്റേക്ക് ഇല്ലാതെ കൃത്യമായിട്ട് എൻ്റർ ചെയ്യാൻ എല്ലാ വിദ്യാർത്ഥികളും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ മിസ്റ്റേക്ക് ഇല്ലാതെ കാൻഡിഡേറ്റ് നെയിം മിസ്റ്റേക്ക് ഇല്ലാതെ കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക. ഗാർഡിയൻ്റെ നെയിം കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക. ഫാദറിൻ്റെ നെയിമോ ഗാർഡിയനോ ആരാണോ അത് ഗാർഡിയനായിട്ടുള്ളത് അത് എൻ്റർ ചെയ്യുക. ആസ് പെർ ക്ലാസ് 10th സർട്ടിഫിക്കറ്റ് പ്രത്യേകം പറയുന്നുണ്ട്. 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റിൽ ഉള്ളതുപോലെ തന്നെ കൃത്യമായിട്ട് എൻ്റർ ചെയ്യണം. മിസ്റ്റേക്ക് വരാൻ പാടില്ല എന്ന് NTA പ്രത്യേകം പറയുന്നുണ്ട്. അത് ശ്രദ്ധിച്ചിരിക്കുക. കാൻഡിഡേറ്റിൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും മന്തും ഇയറും സെലക്ട് ചെയ്യുക. ജെൻഡർ, നാഷണാലിറ്റി സെലക്ട് ചെയ്യുമ്പോൾ ഇന്ത്യൻ, NRI. ഈ NRI ചോദിക്കുന്നത് നമുക്ക് ഇന്ത്യയിലുള്ള ഒരു ഡീംഡ് മെഡിക്കൽ കോളേജുകളുടെ ഉയർന്ന ഫീസിൽ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ NRI സെലക്ട് ചെയ്താൽ മതി. ബാക്കി വരുന്ന എല്ലാ കോഴ്സിലേക്കും, ഡീംഡ് യൂണിവേഴ്സിറ്റിയുടെ നോർമൽ കോഴ്സിലേക്കും പ്രൈവറ്റ് സെക്ടറിലേക്കും അതുപോലെ ഗവൺമെൻറ് സെക്ടറിലേക്കും എവിടെ അഡ്മിഷൻ കിട്ടുകയാണെങ്കിലും, നമ്മളിപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്നൊരു പേരൻറ്റിൻ്റെ കുട്ടിയാണെങ്കിലും ഒക്കെ നമുക്ക് ഇനി ഒരു പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിൻ്റെ NRI സീറ്റിൽ അഡ്മിഷൻ ലഭിക്കാനാണെങ്കിലും നാം ഇന്ത്യൻ എന്ന് സെലക്ട് ചെയ്താൽ മതിയാവും. ഒരു ഡീംഡ് കോളേജിൻ്റെ ഉയർന്ന ഫീസിൽ NRI സീറ്റിൽ ഒരു അഡ്മിഷൻ ലഭിക്കാൻ വരുന്ന സെക്ടറിൽ മാത്രമേ നമുക്കൊരു NRI എന്ന് സെലക്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ബാക്കി എല്ലാ സമയത്തും നമുക്ക് ഇന്ത്യൻ എന്നുള്ള രീതിയിൽ തന്നെ സെലക്ട് ചെയ്ത് പോവാം. ബാക്കി
OCI കാർഡ് ഉള്ളവരാണോ, ഫോറിൻ നാഷണൽസ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഏതാണോ എലിജിബിലിറ്റി ഉള്ളത് അതനുസരിച്ച് മുന്നോട്ട് പോവുക. ഐഡന്റിറ്റിക്കുള്ള പ്രൂഫ് ഏതാണോ നമ്മുടെ കയ്യിലുള്ളത്, ആധാർ കാർഡ് ആണെങ്കിൽ ആധാർ കൊടുക്കുക, അല്ലെ പാസ്പോർട്ട് ആണെങ്കിൽ പാസ്പോർട്ട്, പാൻ കാർഡ്, നമ്മൾ ഏതാണോ പ്രത്യേകിച്ച് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ഒരു കാൻഡിഡേറ്റ് ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്നു, നേരത്തെ യങ് സ്റ്റേജിൽ എടുത്ത ഒരു ആധാർ കാർഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ നമ്പർ ഇപ്പോൾ കൊടുത്താൽ മതി. എന്നിട്ട് എത്രയും വേഗം തന്നെ പുതിയൊരു ആധാർ കാർഡ്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആധാർ കാർഡ് നമ്മൾ കളക്ട് ചെയ്ത് വെക്കുക. മുന്നോട്ട് നമ്മളൊരു എക്സാമിനേഷന് ചെല്ലുന്ന സമയത്ത് അവിടെ സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും പഠിക്കുന്ന ഫോട്ടോ ഉള്ള ആധാർ കാർഡ് അല്ല അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടത്, അവരെ കാണിക്കേണ്ടത്. പകരം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോട്ടോ ഉള്ള ആധാർ കാർഡ് നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്യുക. 15 വയസ്സിന് ശേഷം നാം എടുത്തിരിക്കുന്ന ആധാർ കാർഡ് വേണം നാം അവിടെ ഒരു എക്സാമിനർ അല്ലെ എക്സാമിനേഷൻ ഹാളിൽ ചെല്ലുമ്പോൾ നാം കാണിക്കാനായിട്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ളത് പഴയ ആധാർ കാർഡ് ആണെങ്കിലും നമ്പർ ഒരിക്കലും ചേഞ്ച് ആവില്ല. ആ പഴയ നമ്പർ ആധാർ കാർഡിൻ്റെ നമ്പർ തന്നെ നമുക്കിവിടെ എൻട്രി ചെയ്യാം. ഇനി നെക്സ്റ്റ് വരുന്നത് പ്രസന്റ് അഡ്രസ്. നമ്മുടെ അഡ്രസ്സ് തന്നെ 2 രീതി ചോദിക്കും. പ്രസന്റ് അഡ്രസ്സും ചോദിക്കും, പെർമനന്റ് അഡ്രസ്സും ചോദിക്കും. ഇത് രണ്ടും നമുക്ക് എവിടെയാണോ, നമുക്ക് പ്രസന്റ് അഡ്രസ്സ് നമ്മുടെ എവിടെയാണുള്ളത്, പെർമനന്റ് അഡ്രസ്സ് എവിടെയാണുള്ളത്, ഇതിൻ്റെ ഒന്നും അഡ്രസ് പ്രൂഫ് നമ്മളിപ്പോൾ സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിലും ഒരു സ്റ്റേറ്റിലെ തന്നെ ഏത് ഡിസ്ട്രിക്റ്റിലും എക്സാമിനേഷൻ എഴുതുന്നതിനും നമുക്ക് ഇന്ത്യയിൽ തന്നെയുള്ള ഒരു പെർമനന്റ് അഡ്രസ്സും പ്രസന്റ് അഡ്രസ്സും നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് എവിടെയാണോ നമ്മൾ എക്സാമിനേഷൻ എഴുതാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ കേരളത്തിൽ എക്സാമിനേഷൻ സെൻറ്റർ ലഭിക്കണം, നമുക്ക് കേരളത്തിലുള്ള ഒരു പ്രസന്റ് അഡ്രസ്സും പെർമനന്റ് അഡ്രസ്സും കൊടുക്കാം. ഇനി നമ്മുടെ പ്രസന്റ് അഡ്രസ്സ് കേരളമാണ്, പെർമനന്റ് അഡ്രസ്സ് അതർ സ്റ്റേറ്റ് ആണ്, നമ്മുടെ നേറ്റിവിറ്റി ഇന്ത്യൻ ആണ്. അപ്പോൾ അതനുസരിച്ചിട്ട് കൃത്യമായിട്ട് നോക്കിക്കൊണ്ട് പ്രസന്റ് അഡ്രസ്സും പെർമനന്റ് അഡ്രസ്സും നാം കൊടുക്കുന്നതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഇന്ത്യക്കുള്ളിൽ തന്നെ ഉള്ള ഒരു എക്സാമിനേഷൻ സെൻറ്റർ ലഭിക്കുക എന്നുള്ളത് മനസ്സിലാക്കി പ്രസന്റ് അഡ്രസ്സും പെർമനന്റ് അഡ്രസ്സും കൃത്യമായിട്ട് നാം എൻ്റർ ചെയ്യുക. ഇതിനോടൊപ്പം നമ്മുടെ മൊബൈൽ നമ്പർ, കൺട്രി കോഡ് ചേർത്ത് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യണം. ഇമെയിൽ അഡ്രസ്സ്, വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ അഡ്രസ്സ്, നമ്മൾ ഫോൺ നമ്പറും ഇമെയിൽ അഡ്രസ്സും നമ്മളൊരു നെറ്റ് കഫേയിലോ അക്ഷയ സെൻറ്ററിലോ പോയി ചെയ്യുന്നതെങ്കിൽ അവരുടെ മെയിൽ അഡ്രസ്സും ഫോൺ നമ്പറും അല്ല കൊടുക്കേണ്ടത്. നിർബന്ധമായും നമ്മുടെ തന്നെ മെയിൽ അഡ്രസ്സും നമ്പരും കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാര്യം എന്തെങ്കിലും കറക്ഷൻസോ ചേഞ്ചസോ OTP ഒക്കെ വരുന്നത് ആ നമ്പറിലേക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ട് മറ്റൊരു സുഹൃത്തിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ നെയ്ബേഴ്സിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഇൻ്റർനെറ്റ് കഫേയിലെയോ നമ്പരും മെയിൽ അഡ്രസ്സും അല്ല കൊടുക്കേണ്ടതെന്ന് പ്രത്യേകം മനസ്സിലാക്കിക്കൊണ്ട് നാം ഇതെല്ലാം എൻട്രി ചെയ്യുക. പ്രസന്റ് അഡ്രസ്സും പെർമനന്റ് അഡ്രസ്സും നമ്മൾ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം. ഈ പാസ്വേഡിനകത്ത് നമ്മൾ ആദ്യം തന്നെ സൂചിപ്പിച്ചിരുന്നു, പാസ്വേഡിൽ എന്തൊക്കെ ക്യാരക്ടേഴ്സ് ഉണ്ടാവണം, എത്ര ഡിജിറ്റ്സ് ആണ് ഉണ്ടാവേണ്ടതെന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. അതിനനുസരിച്ച് നമ്മളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ഇവിടെ ചോദിക്കും. ആ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ നമുക്ക് എന്താണ്, വാട്ട് ഈസ് യുവർ ബർത്ത് സെറ്റി, നമ്മൾ എന്നിട്ട് ഇവിടെ കൊടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് എഴുതി വെച്ചേക്കണം. പിന്നീട് ഒരിക്കൽ നമ്മളൊരു യൂസർ നെയിമും പാസ്വേഡിനകത്ത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഒക്കെ വന്ന് നമുക്ക് ആ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമ്മളെ ഐഡന്റിഫൈ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ അതും ഓർമ്മയില്ലെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തും. അതുകൊണ്ട് ഇവിടെ ചോദിക്കുന്ന ആ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ എന്താണ്, അതിന് നാം കൊടുത്ത ആൻസർ ഏതാണ്, ഇതും കൃത്യമായിട്ട് നാം ഒരു ഡയറിയിലോ അല്ലെങ്കിൽ മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എഴുതി നാം സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. ഇതിനുശേഷം ഈ ഒരു ക്യാപ്ച നാം എൻട്രി ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്ത് നമുക്ക് അടുത്ത പേജിലേക്ക് പോവാം. ഇതേപോലുള്ള കാര്യങ്ങളെല്ലാം നാം എൻട്രി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന പേജ് നാം എൻട്രി ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ റീചെക്ക് ചെയ്യാനുള്ളൊരു പേജിലേക്കാണ്. ഇവിടെ നമുക്ക് 2 കാര്യങ്ങൾ ചെയ്യാം. എഡിറ്റ് രജിസ്ട്രേഷൻ ഫോം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ, നാം ചെയ്തിരിക്കുന്നതിനകത്ത് എൻട്രി ചെയ്തിരിക്കുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം. ആ മിസ്റ്റേക്ക് ഒന്നും ഇല്ലെങ്കിൽ ഈ പേജിൻ്റെ ലാസ്റ്റ് വന്നിട്ട് ഫസ്റ്റ് വൺ മൈ നെയിം, ആ നെയിം ഞാൻ ചെക്ക് ചെയ്തു, എനിക്ക് മിസ്റ്റേക്ക് ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തി ഇവിടെ ക്ലിക്ക് മാർക്ക് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് വൺ പേരൻറ്റിൻ്റെ നെയിം മിസ്റ്റേക്ക് ഒന്നും ഇല്ലാതാണ് ഞാൻ എൻട്രി ചെയ്തിരിക്കുന്നതെന്ന് ചെക്ക് ചെയ്തു. തേർഡ് വൺ മാതാവിൻ്റെ മദറിൻ്റെ നെയിം മിസ്റ്റേക്ക് ഒന്നും ഇല്ലാതാണ് എൻട്രി ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് ഒരു തെറ്റുമില്ല, എൻ്റെ സർട്ടിഫിക്കറ്റിൽ ഉള്ളതുപോലെ തന്നെയാണ് ഞാൻ കൃത്യമായിട്ട് എൻട്രി ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ ജെൻഡർ മിസ്റ്റേക്ക് ഒന്നും ഇല്ലാതെയാണ്. അതിനോടൊപ്പം അഡ്രസ്സ്, പെർമനന്റ് അഡ്രസ്സും പ്രസന്റ് അഡ്രസ്സും ഞാൻ കൃത്യമായിട്ട് തന്നെയാണ് എൻട്രി ചെയ്തിരിക്കുന്നത്. മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ് ഇതെല്ലാം മിസ്റ്റേക്ക് ഇല്ലാതെ കൃത്യമായിട്ട് എൻട്രി ചെയ്തിരിക്കുന്നതെന്ന് 2-3 പ്രാവശ്യം റീചെക്ക് ചെയ്ത് ഞാൻ കൺഫർമേഷൻ ടിക്ക് ചെയ്ത് വേണം നമുക്ക് ഈ പേജിൽ ഏറ്റവും താഴേക്ക് വരാൻ. എന്നിട്ട് ഇവിടെ നമ്മൾ റീഡ് ചെയ്യണം, ഞാൻ ഈ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമാണ്, ഒരു മിസ്റ്റേക്കും ഇല്ലാതെയാണെന്ന് എഗ്രി ചെയ്ത് വേണം
എഗ്രി ചെയ്ത് വേണം നമുക്ക് മുന്നോട്ട് പോവാൻ, സബ്മിറ്റ് ചെയ്യുവാൻ. ഇല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്കിവിടെ വീണ്ടും എഡിറ്റ് രജിസ്ട്രേഷൻ ഫോം എടുത്ത് നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് അത് വേണം സബ്മിറ്റ് ചെയ്യാൻ. ഇത് മിസ്റ്റേക്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് സബ്മിറ്റ് ആൻഡ് സെൻഡ് OTP, ആ OTP നമ്മൾ ഏത് നമ്പറാണോ ഇവിടെ എൻ്റർ ചെയ്തിരിക്കുന്നത് അതിലേക്ക് ഒരു OTP വരും. ആ OTP നാം ഇവിടെ എൻ്റർ ചെയ്യണം. അങ്ങനെ നാം എൻട്രി ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വാലിഡ് ആയിട്ടുള്ള ആ മെയിൽ അഡ്രസ്സിലേക്ക് ഒരു OTP വരും. ആ OTP എൻട്രി ചെയ്ത് കഴിയുമ്പോൾ അത് സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പോൾ ഇതേപോലൊരു പേജിലേക്ക് വരും. നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും ആപ്ലിക്കേഷൻ നമ്പറും എല്ലാം നമ്മുടെ മെയിൽ അഡ്രസ്സിലേക്ക് വന്നിട്ടുണ്ട്. അത് കൃത്യമായിട്ട് നാം രജിസ്റ്റർ ചെയ്ത് കീപ്പ് ചെയ്യണം. എന്നിട്ട് വേണം അടുത്ത പേജിലേക്കുള്ള നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ. അതായത് നീറ്റിൻ്റെ ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്ലൈ ഫോർ ഓൺലൈൻ രജിസ്ട്രേഷൻ, ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞു. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ സബ്മിഷനാണ്, ഓൺലൈൻ ഫില്ലിംഗ് ആണ്. ആപ്ലിക്കേഷൻ്റെ ഓൺലൈൻ ഫില്ലിംഗ് ആണ് നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത്. ആ സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യാൻ നമുക്ക് അന്ന് തന്നെ ചെയ്യണമെന്നൊന്നുമില്ല, നെക്സ്റ്റ് ഡേ വേണേലും ആകാം. അപ്പോൾ അവിടെ നമ്മൾ ആ യൂസർ നെയിമും പാസ്വേഡും ആപ്ലിക്കേഷൻ നമ്പറും ഒക്കെ യൂസ് ചെയ്യണം എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഫസ്റ്റ് രജിസ്ട്രേഷൻ പ്രോസസ്സിംഗ് നാം കംപ്ലീറ്റ് ചെയ്തു. ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫില്ലിങ്ങിൻ്റെ പ്രോസസ്സിങ്ങിലേക്ക് കയറുമ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പറും യൂസർ നെയിമും നാം എൻറ്റർ ചെയ്ത് നമുക്കുള്ള ക്യാപ്ചയും എൻറ്റർ ചെയ്ത് നാം ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലൊരു പേജിലേക്ക് വരും. ഇവിടെ നമുക്ക് കാണാം 3 സ്റ്റേജ് ഉള്ളതിൽ ഫസ്റ്റ് സ്റ്റേജ് രജിസ്ട്രേഷൻ കംപ്ലീറ്റഡ്, ഇവിടെ ടിക്ക് മാർക്ക് കാണിച്ചിരിക്കുന്നു. സെക്കൻഡ് ആപ്ലിക്കേഷൻ ഫോം ഇൻകംപ്ലീറ്റ്, തേർഡ് വൺ ഫീ പേയ്മെൻറ്റ് ഇൻകംപ്ലീറ്റ്. ഈ 3 സ്റ്റെപ്പിലൂടെയാണ് നാം ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് നമുക്ക് ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫോം എന്ന ലിങ്കിലൂടെ നമുക്ക് മുന്നോട്ട് മൂവ് ചെയ്യണം. ഈ ആപ്ലിക്കേഷൻ പേജിലേക്ക് വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് രജിസ്ട്രേഷന് കൊടുത്ത നമ്മുടെ നെയിമും ഡീറ്റെയിൽസും എല്ലാം നമുക്കിവിടെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് കാണാം. നമ്മുടെ പ്രസൻറ്റ് അഡ്രസ്സ് എന്താണ്, നെയിം എന്താണ്, നമ്മുടെ സ്റ്റേറ്റ്, ഫോൺ നമ്പർ, ഈ കാര്യങ്ങളെല്ലാം തന്നെ അവിടെ ഉണ്ട്. ഇനി പെർമനൻ്റ് അഡ്രസ്സ് നമ്മൾ നേരത്തെ എൻട്രി ചെയ്തിരിക്കുന്നത് വന്നിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം നമ്മളവിടെ ഇതെല്ലാം കറക്റ്റ് ആണോ എന്നൊന്നുകൂടെ ചെക്ക് ചെയ്തിട്ട് നമ്മൾ ക്യാപ്ച എൻട്രി ചെയ്യണം. ഈ പേജിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മളിത് ചെക്ക് ചെയ്ത് മുന്നോട്ട് മൂവ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു എമർജൻസി മൊബൈൽ നമ്പരും എമർജൻസി ഇമെയിൽ ID യും, ആദ്യം നാം രജിസ്റ്റർ ചെയ്തപ്പോൾ ഒരു ഫോൺ നമ്പരും ഒരു മെയിൽ അഡ്രസ്സുമാണ് നമ്മൾ എൻട്രി ചെയ്തതെങ്കിൽ ഇവിടെ വരുമ്പോൾ അടുത്ത ഒരു ഫോൺ നമ്പരും അടുത്ത ഒരു മെയിൽ അഡ്രസ്സും നാം ഇവിടെ എൻട്രി ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് 2 ഫോൺ നമ്പർ നമ്മുടെ വീട്ടിൽ തന്നെ, ഒന്നുകിൽ ആ കാൻഡിഡേറ്റിൻ്റെ അല്ലെ പേരൻറ്റിൻ്റെ നമുക്ക് കൺട്രോൾ ഉള്ള 2 വാലിഡ് ആയിട്ടുള്ള മെയിൽ അഡ്രസ്സും ഫോൺ നമ്പരും മസ്റ്റായിട്ട് എൻട്രി ചെയ്ത് വേണം നാം മുന്നോട്ട് പോകാൻ. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ ഒരു മെയിൽ അഡ്രസ്സും രണ്ടാമത്തെ ഒരു ഫോൺ നമ്പരും നാം എൻട്രി ചെയ്ത് കൊടുക്കണം. ആ മെയിൽ അഡ്രസ്സും ഫോൺ നമ്പറും നാം എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ആ പേജിൽ താഴെയായി നമ്മുടെ ക്യാപ്ച എൻട്രി ചെയ്യണം. അതിനുശേഷം ഇതെല്ലാം മിസ്റ്റേക്ക് ഇല്ലാതെ എൻട്രി ചെയ്തു എന്ന് ഉറപ്പ് വരുത്തി എഗ്രി ചെയ്ത് നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് മൂവ് ചെയ്യാം. അതിനിവിടെ സേവ് നെക്സ്റ്റ് എന്നുള്ളത് ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അടുത്ത പേജിലേക്ക് പോവാം. നമ്മൾ ക്യാപ്ച കൊടുത്ത് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പേജിലേക്ക് കോൺടാക്ട് ഡീറ്റെയിൽസ് സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് പേജിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. നെക്സ്റ്റ് പേജിലേക്ക് വരുമ്പോൾ നാം കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം നമുക്കവിടെ വിസിബിൾ ആവും. ദെൻ നമുക്ക് കൊടുത്തിരിക്കുന്ന നെയിമും അഡ്രസ്സും ഡീറ്റെയിൽസും ഒക്കെ എല്ലാം നമുക്കവിടെ കാണാം. നമ്മൾ കൊടുത്തിരിക്കുന്ന ID പ്രൂഫ് പാൻ കാർഡാണ്, അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. അതിനുശേഷം നമുക്ക് അടുത്തത് ചോദിക്കുന്നത് 12th ഇക്വലൻ്റ് നമുക്ക് പാസ്ഡ് ആണോ അപ്പിയറിംഗ് എന്നുള്ളതാണ് അവിടെ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്. ഈ പേജിൽ പാൻ കാർഡ് നമ്മൾ കൊടുത്തിരിക്കുന്ന അല്ലെ ആധാർ കാർഡ് ഏതാണോ നമ്മൾ കൊടുത്തിരിക്കുന്നത് അവിടം വരെ നമുക്ക് വിസിബിൾ ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് 12th ഏത് സ്റ്റേറ്റ് ആണെന്നുള്ളതാണ്. ആ സ്റ്റേറ്റ് നമുക്ക് എവിടെയാണെന്നുള്ളത് സെലക്ട് ചെയ്യാം. സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് നമുക്കുള്ള കാറ്റഗറി ചോദിക്കും. ജനറൽ ആണോ, ജനറൽ EWS ആണോ. ജനറൽ EWS എന്ന് പറഞ്ഞാൽ ജനറൽ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ റിസർവേഷൻ ഉണ്ട്. അപ്പോൾ മുഴുവൻ ജനറൽ കാറ്റഗറി സീറ്റിൻ്റെ 10% എന്ന് പറഞ്ഞ EWS റിസർവേഷനാണ്. ആ EWS റിസർവേഷൻ സർട്ടിഫിക്കറ്റ് അത് നമുക്ക് വാങ്ങാൻ പറ്റുമെങ്കിൽ, താലൂക്ക് ഓഫീസിൽ നിന്ന് വാങ്ങാൻ പറ്റുമെങ്കിൽ, ആ EWSനുള്ള സർട്ടിഫിക്കറ്റ് നമുക്ക് എലിജിബിലിറ്റി ലഭിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ EWS റിസർവേഷന് വേണ്ടിയിട്ട് ഇവിടെ ഇപ്പം തന്നെ നാം കൊടുക്കണം. നമുക്കത് പിന്നീട് ചെയ്യാൻ സാധിക്കത്തില്ല. നമുക്ക് റിസർവേഷൻ ലഭിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ഇപ്പം തന്നെ ജനറൽ EWS നമുക്ക് ആകുമെങ്കിൽ അത് സെലക്ട് ചെയ്യണം. ഇനി OBC NCL സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കുമെങ്കിൽ ആ ഡോക്യുമെൻ്റ് നമുക്ക് ലഭിക്കുമെന്നുണ്ടെങ്കിൽ നാം ഇവിടെ ക്ലിക്ക് ചെയ്യണം. അത് SCO STO ആണെങ്കിൽ അത് നമ്മളിവിടെ ഓപ്ഷൻ സെലക്ട് ചെയ്യണം.
കാറ്റഗറി ഒരിക്കലും പിന്നീട് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. നാം ഇവിടെ സെലക്ട് ചെയ്തു, ജനറൽ EWS ആണെന്ന് സെലക്ട് ചെയ്തു, ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുന്നില്ല, അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായി ജനറലായി മാറിക്കോളും. OBC NCL സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്ന് നാം ഇവിടെ കൊടുത്തു, പിന്നീട് സർട്ടിഫിക്കറ്റ് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല, സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല, നാം ജനറലിലേക്ക് മാറിക്കോളും. പക്ഷേ ഇവിടെ നാം ജനറൽ എന്ന് കൊടുത്തിട്ട് പിന്നീട് ഒരിക്കൽ എനിക്ക് SC മാറണം, അല്ലെങ്കിൽ ST മാറണം, അല്ലെങ്കിൽ EWS റിസർവേഷൻ വേണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും പിന്നീട് അത് സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ലഭിക്കത്തില്ല. അതുകൊണ്ട് തന്നെ കാറ്റഗറി സെലക്ട് ചെയ്യുമ്പോൾ നമുക്കുള്ള റിസർവേഷൻ ഏതിലാണ് വരുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അതിവിടെ സബ്മിറ്റ് ചെയ്യാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വൺ, ഇവിടെ ക്വസ്റ്റ്യൻ വരുന്നത്, ആർ യു ഡയബറ്റിക് പേഷ്യന്റ്, യെസ് ഓർ നോ? ഡയബറ്റിക് പേഴ്സൺ ആണോ എന്ന് ചോദിക്കുന്നതിൻ്റെ കാര്യം, നാം എക്സാമിനേഷൻ എഴുതാൻ ചെല്ലുന്ന സമയത്ത് അങ്ങനെ ഡയബറ്റിക് ആയിട്ടുള്ള ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ ആ കാൻഡിഡേറ്റിന് പ്രത്യേകം കൺസിഡറേഷൻ തരുന്ന കാര്യങ്ങളുണ്ട്. അത് നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ ഹോൾ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് അതിനുള്ള പെർമിഷൻ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ അല്ലാത്തവരൊക്കെ അത് നോന്ന് കൊടുക്കുക. അങ്ങനെ ഡയബറ്റിക്കിൻ്റെ അസുഖമുണ്ട്, പ്രത്യേകം മരുന്നെടുക്കുന്നവരാണ്, ഇൻസുലിൻ എടുക്കുന്നവരാണ്, അങ്ങനെ ഒരു സ്പെഷ്യൽ കെയർ വേണ്ടതാണെന്നുണ്ടെങ്കിൽ അതിവിടെ നാം സെലക്ട് ചെയ്ത് വേണം മുന്നോട്ട് മൂവ് ചെയ്യാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്ലേസ് ഓഫ് റെസിഡൻസ്, നമ്മൾ താമസിക്കുന്ന സ്ഥലം എവിടെയാണെന്നുള്ളത്, അത് റൂറൽ ആണോ അർബൻ ആണോ എന്നുള്ളത് സെലക്ട് ചെയ്യുക. റൂറൽ ആണെങ്കിൽ അങ്ങനെ കൊടുക്കുക, അർബൻ ആണെങ്കിൽ അത് ഏത് കൊടുക്കുക. അതിനുശേഷം ആനുവൽ ഫാമിലി ഇൻകം, ഇത് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല, എങ്കിലും നാം സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ആനുവൽ ഫാമിലി, നമുക്കൊരു റിസർവേഷനൊക്കെ ലഭിക്കുന്ന ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ ആനുവൽ ഫാമിലി ഇൻകം സർട്ടിഫിക്കറ്റ് കിട്ടാൻ സാധ്യതയുള്ള എത്രയാണോ ആ രീതിയിൽ തന്നെ നാം ഇവിടെ എൻട്രി ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ബിലോങ്സ് ടു മൈനോറിറ്റി, നമ്മൾ ഏതെങ്കിലും മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിൽ വരുന്നതാണ്. ഇപ്പൊ നമുക്കറിയാം, ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ വരുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ആ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ തന്നെ മൈനോറിറ്റി കോട്ടയുണ്ട്. അതുപോലെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ തന്നെ മുസ്ലിം മൈനോറിറ്റി കോട്ട ഉണ്ട്. ഇപ്പൊ ഇതുപോലുള്ള മൈനോറിറ്റി കമ്മ്യൂണിറ്റി റിസർവേഷൻ നമുക്ക് ലഭിക്കുന്ന കാറ്റഗറി ആണെങ്കിൽ നാം തീർച്ചയായും ആ മൈനോറിറ്റി എന്നുള്ളതും സെലക്ട് ചെയ്ത് വേണം നാം മുന്നോട്ട് മൂവ് ചെയ്യാൻ. ഇപ്പം ഞാനവിടെ മൈനോറിറ്റി ഏസ് സെലക്ട് ചെയ്തത് കൊണ്ട് ഇവിടെ അത് റിലീജിയസ് മൈനോറിറ്റി ആണോ, അതാണെങ്കിൽ ഏത് കാറ്റഗറിയിലുള്ള റിലീജിയസിലുള്ള മൈനോറിറ്റി ആണെന്ന് ക്വസ്റ്റ്യൻ വരുന്നു, അത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് മുന്നോട്ട് മൂവ് ചെയ്യാം. നെക്സ്റ്റ് വൺ, മോഡ് ഓഫ് പ്രിപ്പറേഷൻ. ഇതൊന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമൊന്നും അല്ല. അത് NDAക്ക് വെറുതെ ഒരു കാൻഡിഡേറ്റ് എങ്ങനെയാണ് പ്രിപ്പറേഷനിലൂടെയാണോ ഇതിന് വന്നത് എന്നുള്ളതിൽ നിന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അത് കറസ്പോണ്ടൻസ് കോഴ്സ്, ഇൻഡിവിജ്വൽ ട്യൂഷൻ, ഓൺലൈൻ കോച്ചിങ്, സെൽഫ് സ്റ്റഡി, ട്യൂട്ടോറിയൽ ക്ലാസ്സസ്, അതേഴ്സ്, ഏതെങ്കിലും ഒന്ന് നമുക്ക് ആവശ്യമുള്ള ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് മൂവ് ചെയ്യാം. വിയർ കസ്റ്റമറി ഡ്രസ്സ്, അതായത് നമ്മൾ എക്സാമിനേഷൻ എഴുതാൻ ചെല്ലുന്ന സമയത്ത് നമ്മുടെ എന്തെങ്കിലും സ്പെഷ്യൽ ഡ്രസ്സുകൾ, നമുക്കറിയാം ഇപ്പോൾ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ചില കുട്ടികൾക്ക് പർദ്ദ ധരിക്കേണ്ടത് ആവശ്യമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ അവിടെ മെൻഷൻ ചെയ്യണം. അതുപോലെ ഒരു നണ്ണാണെങ്കിൽ, ഒരു സിസ്റ്റർ ആണെങ്കിൽ, അങ്ങനെ ഒരു ഇതിലുള്ളതാണെങ്കിൽ അതിൻ്റെതായ ഡ്രസ്സുകൾ നമുക്ക് ധരിക്കേണ്ടി വരും. അപ്പം അങ്ങനെ ആവശ്യമുള്ളവർ അത് ഏതാണെന്നുള്ളത് ആ ഡ്രസ് കോഡ് ആവശ്യമുണ്ടെങ്കിൽ ആ ഏസ് നമ്മൾ സെലക്ട് ചെയ്യുക. അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സാമിനേഷന് ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിന് ഒരു കാൻഡിഡേറ്റ് എക്സാമിനേഷൻ ഹാളിൽ എൻട്രി ചെയ്യുന്ന സമയത്ത് സ്പെഷ്യൽ ഒരു ചെക്കിങ്ങിന്, വെരിഫിക്കേഷന് വേണ്ടി നാം നേരത്തെ തന്നെ കൃത്യസമയത്ത് തരും. ആ സമയത്ത് അവിടെ എൻട്രി ചെയ്യേണ്ട ആവശ്യങ്ങൾ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ നമുക്ക് നോർമൽ ഡ്രസ്സിങ്ങിലാണ് നാം പോകുന്നതെങ്കിൽ, നോർമൽ ഡ്രസ്സിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നീറ്റിൻ്റെ എക്സാമിനേഷന് ചെല്ലുമ്പോൾ ഡ്രസ്സിങ്ങിന് ഒരു സിമ്പിൾ ഡ്രസ്സ് ആയിരിക്കണം. നമുക്ക് ഷൂ ഒന്നും ധരിക്കാൻ പാടില്ല, ഫുൾ സ്ലീവ് അല്ലാത്ത നോർമൽ ഡ്രസ്സ് ധരിച്ചു വേണം, മെറ്റൽ പാർട്ടുകളൊന്നും ഇല്ലാത്ത സിമ്പിൾ ഡ്രസ്സ് ധരിച്ചു വേണം നമ്മൾ എക്സാമിനേഷന് ചെല്ലാൻ. അതല്ലാതെയുള്ള ഒരു എക്സ്ട്രാ റിലീജിയസ് ആയിട്ടുള്ള നമുക്ക് ഡ്രസ്സുകൾ എന്തെങ്കിലും വെയർ ചെയ്യേണ്ടത് ആവശ്യമുണ്ടെങ്കിൽ അത് യേസ് കൊടുത്ത് മുന്നോട്ട് മൂവ് ചെയ്യണം. മുന്നോട്ട് മൂവ് ചെയ്യാൻ നമുക്കിവിടെ തന്നിരിക്കുന്ന ക്യാപ്ച എൻട്രി ചെയ്യാം. എഗ്രി ചെയ്ത് നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ബാക്ക് കൊടുത്ത് ബാക്കിലേക്ക് പോവാം. ഇനി എല്ലാം എൻട്രി ചെയ്തിരിക്കുന്ന കറക്റ്റ് ആണെങ്കിൽ സേവ് നെക്സ്റ്റ് സബ്മിറ്റ് ചെയ്ത് നമുക്ക് മുന്നോട്ട് മൂവ് ചെയ്യാം. അപ്പം ഇത്രയും കാര്യങ്ങൾ നാം എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേഴ്സണൽ ഡീറ്റെയിൽസ് സേവ്ഡ് സക്സസ്ഫുള്ളി എന്നുള്ളത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അടുത്ത പേജിലേക്ക് മൂവ് ചെയ്യാം. ഇവിടെ നെക്സ്റ്റ് പേജ് വരുന്നത് ഇഫ് യു ആർ എ PWD കാൻഡിഡേറ്റ്, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ഉള്ള ഒരു കാൻഡിഡേറ്റ് ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആണെങ്കിൽ നമുക്ക് ഏസ് കൊടുക്കാം, അല്ലെങ്കിൽ നോ എന്ന് ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് മൂവ് ചെയ്യാം. ആ ക്യാപ്ച എൻട്രി ചെയ്ത് നമുക്ക് മുന്നോട്ട് മൂവ് ചെയ്യാം. മൂവ് ചെയ്ത് കഴിഞ്ഞാൽ PWD ഡീറ്റെയിൽസ് സേവ്ഡ് സക്സസ്ഫുള്ളി കാണിക്കും. അത് കഴിഞ്ഞാൽ അടുത്ത പേജിലേക്ക് നാം എൻ്റർ ആവുകയാണ്. എക്സാം ഡീറ്റെയിൽസ്, എക്സാമിനേഷൻ ഡീറ്റെയിൽസ് നാം എൻട്രി ചെയ്യണം. ഫസ്റ്റ് വൺ ക്വസ്റ്റ്യൻ,
നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് അപ്ലൈ ഫോർ ഏതാണ്, ഏത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്? സെക്കൻഡ് ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം. നമുക്ക് പല മീഡിയത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് സെലക്ട് ചെയ്യാം. ഏറ്റവും നല്ലത് നമുക്ക് ഇംഗ്ലീഷ് തന്നെ സെലക്ട് ചെയ്യുന്നതാണ്. കാര്യം നമ്മൾ മറ്റുള്ള ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷിൽ പഠിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ കൺഫ്യൂഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും നല്ലത് ഇംഗ്ലീഷാണ്. പിന്നെ അത് ഓരോരുത്തർക്കും ഓരോ കാൻഡിഡേറ്റിനും അവരുടേതായ കൺവീനിയൻ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ക്വസ്റ്റ്യൻ എക്സാം സ്റ്റേറ്റ് ഫസ്റ്റ് ചോയ്സ്. നമുക്ക് ഏത് സ്റ്റേറ്റ് ആണ് വേണ്ടത്? നമ്മളവിടെ നമ്മുടെ പെർമനന്റ് അഡ്രസ്സും പ്രസന്റ് അഡ്രസ്സും കൊടുത്തതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും സ്റ്റേറ്റ് കാണിക്കുക. നമുക്ക് വേറൊരു സ്റ്റേറ്റിലാണ് നമ്മുടെ പെർമനന്റ് അഡ്രസ് എങ്കിൽ അല്ലെങ്കിൽ പ്രസന്റ് അഡ്രസ്സിൻ്റെ അതിനനുസരിച്ച് ഇവിടെ എക്സാമിനേഷൻ സെൻറ്റർ ചേഞ്ച് ചെയ്ത് വരും. ഇപ്പം നമുക്ക് NDAയുടെ സൈറ്റ് കഴിഞ്ഞ വർഷമൊക്കെ വിദേശ രാജ്യങ്ങളിൽ പോലും എക്സാമിനേഷൻ സെൻറ്ററുകൾ ഉണ്ടായിരുന്നു. ദുബായിലും അതേപോലെ GCCയിലെ പല കൺട്രികളിലൊക്കെ 10,000 കണക്കിന് വിദ്യാർത്ഥികളാണ് ഓഫ്ലൈനായിട്ട് വിവിധ രാജ്യങ്ങളിൽ വെച്ച് പരീക്ഷകൾ എഴുതിയത്. പക്ഷേ ഈ വർഷം അതർ കൺട്രികളിൽ എക്സാമിനേഷൻ സെൻറ്റർ ഉള്ളതായിട്ടൊന്നും ഇതുവരെ NDA അനൗൺസ് ചെയ്തിട്ടില്ല. അപ്പോൾ NDAയോട് ശരിക്കും പറഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇത്രയധികം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്ന NDAയുടെ എക്സാമിനേഷൻ, നീറ്റ് എക്സാമിനേഷൻ വിദേശത്ത് എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ഇവരെല്ലാവരും ഇന്ത്യയിൽ വന്ന് എക്സാമിനേഷൻ എഴുതുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദേശ രാജ്യങ്ങൾ ഏറ്റവും കൂടുതൽ മലയാളികളുള്ള മറ്റുള്ള സ്ഥലങ്ങളിലും എക്സാമിനേഷൻ സെൻറ്റർ അനുവദിക്കണം എന്നുള്ളത് ഒരു ആൽഫ അക്കാഡമിയുടെ ഒരു റിക്വസ്റ്റ് ആയിട്ട് NDAക്ക് നമ്മൾ മെയിൽ ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം എല്ലാ പേരൻസും അങ്ങനെ മെയിൽ ചെയ്യുന്നതിലൂടെ അതർ കൺട്രിയിലും ഒരു എക്സാമിനേഷൻ സെൻറ്റർ വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. പക്ഷേ ഇപ്പോൾ NDA ഈ തന്നിരിക്കുന്ന വെബ്സൈറ്റിൽ വിദേശത്തെ ഒരു എക്സാമിനേഷൻ സെൻറ്ററിനെ കുറിച്ച് പറഞ്ഞിട്ടേ ഇല്ല. അതിൻ്റെ ഫീസും ഡിക്ലെയർ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ പെർമനന്റ് അഡ്രസ്സും പ്രസന്റ് അഡ്രസ്സും സെലക്ട് ചെയ്തതിനെ ബേസ് ചെയ്ത് കേരളത്തിൽ ആണ് എക്സാമിനേഷൻ സെൻറ്റർ കാണിച്ചത്. അത് നമ്മൾ സെലക്ട് ചെയ്തു. അതുപോലെ എക്സാം സ്റ്റേറ്റ് നമുക്ക് സെക്കൻഡ് ചോയ്സും നമുക്ക് വന്നു. അവിടെ നമ്മൾ പ്രസന്റും പെർമനന്റും രണ്ടായിട്ടാണ് കൊടുത്തിരുന്നെങ്കിൽ ഫസ്റ്റ് ചോയ്സും സെക്കൻഡ് ചോയ്സും ഡിഫറൻറ്റ് സ്റ്റേറ്റ് നമുക്ക് സെലക്ട് ചെയ്യാമായിരുന്നു. ഇവിടെ ഇപ്പോൾ സെയിം സ്റ്റേറ്റ് തന്നെ സെലക്ട് ചെയ്തുകൊണ്ട് രണ്ടും ഒരേപോലെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി സെലക്ട് സിറ്റി. നമ്മൾ ആ കേരളത്തിൽ തന്നെ ഏത് സിറ്റിയാണ് നമുക്ക് വേണ്ടത്? ഇപ്പോൾ ആലപ്പുഴ തന്നെ സെലക്ട് ചെയ്യുമ്പോൾ അവിടെ ആലപ്പുഴ, ചെങ്ങന്നൂരുണ്ട്, അങ്കമാലിയുണ്ട്. അങ്ങനെ എക്സാം സിറ്റി സെക്കൻഡ് ചോയ്സ് നമ്മളപ്പോൾ ആ സ്റ്റേറ്റ് സെലക്ട് ചെയ്തതിനെ ബേസ് ചെയ്ത് നമുക്ക് എവിടെയാണ് വേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് വൺ ഫാദർ ഗാർഡിയൻ ഒക്കുപ്പേഷൻ. ഫാദറിൻ്റെ ഗാർഡിയൻ്റെ ഒക്കുപ്പേഷൻ നമുക്ക് ഏത് വേണേലും കൊടുക്കാം. ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതല്ല എങ്കിലും നമ്മുടെ കൃത്യമായിട്ടുള്ള ആ ഒക്കുപ്പേഷൻ തന്നെ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ നാം കൊടുത്തു കഴിഞ്ഞാൽ, ഇത്രയും കാര്യങ്ങൾ കൊടുത്തതിന് ശേഷം ആ പേജിൽ നാം കൊടുത്തിരിക്കുന്നതെല്ലാം കൃത്യമാണെന്ന് ചെക്ക് ചെയ്ത് ക്യാപ്ച എൻട്രി ചെയ്ത് ഐ എഗ്രി ചെയ്ത് സേവ് ആൻഡ് നെക്സ്റ്റ് പേജിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. എക്സാമിനേഷൻ ഡീറ്റെയിൽസ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ക്ലിക്ക് ചെയ്തുകൊണ്ട് അടുത്ത പേജിലേക്ക് നാം എൻ്റർ ആവും. അടുത്ത പേജിലെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് ആണ്. കാൻഡിഡേറ്റിന്റെ എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ള പേജിലേക്കാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് 10th ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ. 10ാം ക്ലാസ്സിന്റെ നമ്മൾ പാസ്സായിരിക്കുന്നത് ഏത് എന്നുള്ളതിനെ കുറിച്ചാണ്. അത് 10ാം ക്ലാസ് പാസ്ഡ് നമ്മൾ കൊടുത്തു. അവിടെ 10ാം ക്ലാസ് പാസ്ഡ് എന്നുള്ളത് ഉണ്ട്. അതിനുശേഷം ഇയർ ഓഫ് പാസിംഗ് ഏത് വർഷമാണെന്നുള്ളത് സെലക്ട് ചെയ്യണം. നെക്സ്റ്റ് വൺ ക്വാളിഫയിങ് എക്സാമിനേഷൻ 10th ഇക്വലന്റ് ഏതാണെന്ന് സെലക്ട് ചെയ്യുക. ദെൻ പ്ലേസ് ഓഫ് സ്കൂളിംഗ്, എവിടെയാണ് സ്കൂളിംഗ് എടുത്തിരിക്കുന്നത് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ടൈപ്പ് ഓഫ് സ്കൂൾ കോളേജ്, ഗവൺമെന്റ് ആണോ എയ്ഡഡ് ആണോ കേന്ദ്രീയ വിദ്യാലയമാണോ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. ക്വാളിഫയിങ് എക്സാമിനേഷൻ 10th നമ്മൾ പഠിച്ചതിൻ്റെ സ്റ്റേറ്റ് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. ഡിസ്ട്രിക്റ്റ് ഏതാണെന്ന് സെലക്ട് ചെയ്യുക. സ്കൂൾ ബോർഡ് സെലക്ട് ചെയ്യുക. സ്കൂളിൻ്റെ നെയിം സെലക്ട് ചെയ്യുക. സ്കൂളിൻ്റെ പിൻകോഡ് ഏതാണെന്ന് സെലക്ട് ചെയ്യുക. അതിൻ്റെ റോൾ നമ്പർ എൻട്രി ചെയ്യുക. റിസൾട്ട് മോഡ് സെലക്ട് ചെയ്യുക. പെർസെൻറ്റേജ് കൊടുക്കുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഏറ്റവും എളുപ്പം മാർക്കൊക്കെ എൻട്രി ചെയ്യാനായിട്ട്. പെർസെൻറ്റേജ് എങ്കിൽ പെർസെൻറ്റേജ്, അല്ലെ CGPA എങ്കിൽ CGPA ഏതാണെന്ന് സെലക്ട് ചെയ്യുക. പെർസെൻറ്റേജ് മോഡ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് മൂവ് ചെയ്യാം. ഇനി 10th കഴിഞ്ഞാൽ അതിനുശേഷം നാം 11th എൻട്രി ചെയ്യണം. 11th എൻട്രി ചെയ്യുമ്പോൾ നമുക്കറിയാം CBSEക്കും ISEക്കും 11th പബ്ലിക് എക്സാമിനേഷൻ ഇല്ല. സ്റ്റേറ്റ് ബോർഡ് ആണെങ്കിൽ 11th പബ്ലിക് എക്സാമിനേഷൻ ഉണ്ട്. ആ പബ്ലിക് എക്സാമിനേഷൻ്റെ CBSE ISE ആണെങ്കിൽ നമുക്ക് നോട്ട് ആപ്ലിക്കബിൾ, പരീക്ഷ ഇല്ലാത്തതുകൊണ്ട് തന്നെ നോട്ട് ആപ്ലിക്കബിൾ കൊടുത്ത് മൂവ് ചെയ്യാം. സ്റ്റേറ്റ് ബോർഡ് ആണെങ്കിൽ നമുക്ക് പാസ്ഡ് എന്ന് കൊടുത്ത് മൂവ് ചെയ്യാം.
പാസ്ഡ് ആണെങ്കിൽ ക്വാളിഫയിങ് എക്സാമിനേഷൻ, പ്ലേസ് ഓഫ് സ്കൂളിംഗ്, ക്വാളിഫയിങ് എക്സാമിനേഷൻ്റെ സ്റ്റേറ്റ്, സ്കൂൾ ബോർഡ്, സ്കൂൾ കോളേജ് പിൻകോഡ്, റിസൾട്ട് മോഡ്, റോൾ നമ്പർ, ക്വാളിഫയിങ് എക്സാമിനേഷൻ ഡിസ്ട്രിക്റ്റ്, ഇതെല്ലാം എൻട്രി ചെയ്ത് +1 നാം കംപ്ലീറ്റ് ചെയ്യുക. 12th നാം എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന 2024 +2 എക്സാമിനേഷൻ എഴുതുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അപ്പിയറിംഗ് സെലക്ട് ചെയ്യുക, +2 കഴിഞ്ഞ വിദ്യാർത്ഥികളാണെങ്കിൽ പാസ്ഡ് സെലക്ട് ചെയ്യുക. ഈ ക്വാളിഫയിങ് എക്സാമിനേഷൻ നാം എൻട്രി ചെയ്യുമ്പോൾ ഇപ്പോൾ +2 അപ്പിയറിംഗ് ആണെങ്കിൽ നമുക്ക് കൊടുക്കേണ്ടത് 01 ആണ് കോഡ് കൊടുക്കേണ്ടത്. +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾ, ഇപ്പോൾ +2 കഴിഞ്ഞ് റിപ്പീറ്റ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ 02 ആണ് നാം കോഡ് എൻട്രി ചെയ്യേണ്ടത്. അങ്ങനെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എൻട്രി ചെയ്ത് നമ്മുടെ റോൾ നമ്പറും എൻട്രി ചെയ്തതിന് ശേഷം ക്യാപ്ച എൻട്രി ചെയ്ത് നമുക്ക് മുന്നോട്ട് മൂവ് ചെയ്യാം. അങ്ങനെ നാം ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസും സേവ് ചെയ്തു സക്സസ്ഫുള്ളി. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് നാം മൂവ് ചെയ്യുകയാണ്. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് അഡീഷണൽ ഡീറ്റെയിൽസ് ആണ്. അവിടെ വരുന്ന ക്വസ്റ്റ്യൻ ട്വിൻ ബ്രദർ ആണോ ട്വിൻ സിസ്റ്റർ ആണോ നമുക്കുള്ളത്, അത് ഇരട്ടകളായിട്ടുള്ള ജനിച്ചിട്ടുള്ള ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ ആണെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് രണ്ടുപേരും നീറ്റിന് അപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അങ്ങനെ യേസ് ഓർ നോ എങ്കിൽ നോ എന്ന് കൊടുക്കുക, ഏസ് ആണെങ്കിൽ ഏസ് കൊടുക്കുക. അഡീഷണൽ ഡീറ്റെയിൽസ് ആയിട്ട് നെക്സ്റ്റ് വൺ വരുന്നത് ഇതിനു മുമ്പ് നീറ്റ് എക്സാമിനേഷൻ അപ്പയർ ചെയ്തിട്ടുണ്ടോ, ഏസ് ആണെങ്കിൽ ഏസ് കൊടുക്കുക, നോ ആണെങ്കിൽ നോ എൻട്രി ചെയ്യുക. അതിനുശേഷം നമ്മുടെ ക്യാപ്ച എൻട്രി ചെയ്തായി എഗ്രി കൊടുത്ത് നമുക്ക് മുന്നോട്ട് പ്രൊസീഡ് ചെയ്യാം. അങ്ങനെ നാം എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഡേറ്റ സേവ്ഡ് സക്സസ്ഫുള്ളി കാണിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് പേജിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. നമുക്ക് ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ട ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യേണ്ട ഡീറ്റെയിൽസ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നമുക്കിവിടെ ചൂസ് ചെയ്യേണ്ടത് ഫസ്റ്റ് വൺ ഫോട്ടോ നാം അപ്ലോഡ് ചെയ്ത് കൊടുക്കണം, സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം, പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് ഫിംഗേഴ്സ് ആൻഡ് തമ്പ് ഇംപ്രഷൻസ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഈ 4 ഡോക്യുമെന്റ്സ് ആണ് ഇപ്പോൾ ഏറ്റവും പ്രാധാന്യത്തോടെ നാം അപ്ലോഡ് ചെയ്യേണ്ടത്. നമുക്ക് മനസ്സിലായി നമുക്കുള്ള സ്പെഷ്യൽ റിസർവേഷൻസ്, കാറ്റഗറി, ഇതിൻ്റെ ഒന്നും ഡോക്യുമെന്റ്സ് നാം ഇപ്പോൾ അപ്ലോഡ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്കതൊക്കെ ക്ലെയിം ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ നമുക്കതിന് എലിജിബിലിറ്റി ഉണ്ടെന്ന് നാം അവിടെ സാക്ഷ്യപ്പെടുത്തിയാൽ മാത്രം മതി. അതിനുശേഷം നമ്മുടെ അഡ്മിഷൻ ടൈമിൽ, ഓപ്ഷൻ രജിസ്ട്രേഷൻ ടൈമിൽ NTA എന്താണോ പറയുന്നത്, കോളേജിൽ അഡ്മിഷൻ ടൈമിൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യണമെന്നാണോ അതോ ഇതിന് ശേഷമുള്ള ഓപ്ഷൻ രജിസ്ട്രേഷന്റെ സമയത്ത് അപ്ലോഡ് ചെയ്യണമെന്നാണോ, എന്താണോ ആ സമയത്ത് NTA തരുന്ന ഇൻസ്ട്രക്ഷൻസ് നാം കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ മതിയാവും. ആ സമയത്ത് ഇതുപോലുള്ള നോട്ടിഫിക്കേഷൻസ് പുതിയതായിട്ട് വരുമ്പോൾ നാം ആൽഫ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലൂടെ പേരൻസിനെ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നതാണ്. ഇനി ഇത് അപ്ലോഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നാം അക്ഷയ സെന്ററിലോ അല്ലെങ്കിൽ മറ്റൊരു സുഹൃത്തിന്റെ കമ്പ്യൂട്ടറിലോ ആണ് ചെയ്യുന്നതെങ്കിൽ ഈ ഫോട്ടോസ് നാം സേവ് ചെയ്തിരിക്കുന്ന ഫയലിൽ നിന്നും ഇമേജസ് മാറിപ്പോവാതെ കൃത്യമായിട്ട് നാം ചെയ്യുവാനായിട്ട് അത് അപ്ലോഡ് ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഓരോ കാര്യങ്ങളും നമ്മളിവിടെ ഫോട്ടോയെക്കുറിച്ച് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു കളറോ ബ്ലാക്ക് ആൻഡ് വൈറ്റോ ആവാം. ഫോട്ടോ പാസ്പോർട്ട് സൈസോടെ ഫോട്ടോയുടെ താഴെ നെയിമും ഫോട്ടോ എടുത്ത ഡേറ്റും കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുന്നത് കൃത്യമാണ്. നാം സ്പെക്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഫേസ് 80% കൃത്യമായിട്ട് വിസിബിൾ ആകുന്ന ഫോട്ടോ ആയിരിക്കണം നാം അപ്ലോഡ് ചെയ്യേണ്ടത്. ഇനി ഫോട്ടോയുടെ സൈസ് 10 KB to 200 KB JPG ഫോർമാറ്റിൽ കൺവേർട്ട് ചെയ്ത് വേണം നാം ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ. ഇതിനോടൊപ്പം സിഗ്നേച്ചറും ഇതുപോലെ ഇമേജ് ആക്കി പറയുന്ന സൈസിൽ തന്നെ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോയും, ഈ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുത്തതിൻ്റെ തന്നെ സെയിം ഒരു പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോയും എടുത്ത് നാം ഇവിടെ അപ്ലോഡ് ചെയ്യണം. അതിൻ്റെ ഒറിജിനൽ നമ്മുടെ കയ്യിൽ സൂക്ഷിക്കണം. എക്സാമിനേഷന് പോകുമ്പോൾ ഹാൾ ടിക്കറ്റിൽ ഈ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോയും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും നാം ഒട്ടിച്ചതിന് ശേഷം വേണം എക്സാമിനേഷൻ ഹാളിൽ പോവാൻ. ആ സമയത്ത് നാം അപ്ലോഡ് ചെയ്തിരിക്കുന്ന നമ്മുടെ ID പ്രൂഫ്, ആധാർ കാർഡോ ഏതാണോ ആ ഫോട്ടോയുള്ള ID പ്രൂഫും എക്സാമിനേഷൻ സെന്ററിൽ നാം കൊണ്ടുപോകേണ്ടതാണ്. അപ്പോൾ ഈ ഡോക്യുമെന്റ്സും നമുക്ക് ആദ്യം കിട്ടിയ ആപ്ലിക്കേഷനും പാസ്വേഡും ഇതെല്ലാം കൃത്യമായിട്ട് സേവ് ചെയ്ത് വെക്കാൻ എല്ലാ പേരൻസും വിദ്യാർത്ഥികളും പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. ഇതിനോടൊപ്പം ഇത്രയും നാം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൈനൽ സബ്മിറ്റ് ആണ്. ഈ ഫൈനൽ സബ്മിറ്റ്, ഇത്രയും കാര്യങ്ങൾ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഫൈനൽ സബ്മിറ്റിന്റെ സമയത്ത് നാം ആദ്യം മുതൽ എൻട്രി ചെയ്ത മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായ ഒരു വെരിഫിക്കേഷനും കൂടെ നടത്തേണ്ടതായിട്ട് വരും. അത് ചെയ്തതിന് ശേഷം എഗ്രി കൊടുത്ത് ഫൈനൽ സബ്മിറ്റ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം. അവിടെ ശേഷം പിന്നെ വരുന്നത്
അതിനുശേഷം പിന്നെ വരുന്നത് മൊബൈൽ വെരിഫിക്കേഷൻ ആണ്. നാം കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ കൃത്യമാണോ, നമുക്ക് OTP വരുമോ, നാം ഇത് വേറെ ആരുടെയെങ്കിലും നമ്പറാണോ കൊടുത്തിരിക്കുന്നത് എന്നുള്ള വെരിഫിക്കേഷൻ ആണ്. അതിനുശേഷം വരുന്നത് പേയ്മെന്റ് ആണ്. ഈ അടുത്ത 3 സ്റ്റെപ്പും കൂടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിദ്യാർത്ഥിയുടെ നീറ്റിനായിട്ടുള്ള ആപ്ലിക്കേഷൻ സബ്മിഷന്റെ പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ആവും. ഒത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു പ്രോസസ്സ് ഒന്നുമല്ല ഈ ആപ്ലിക്കേഷൻ സബ്മിഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി ശ്രദ്ധിച്ച് ചെയ്യാൻ എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക. ഇനി ഇതിനോടൊപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും ആൽഫ അക്കാഡമിയുടെ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആൽഫ അക്കാഡമി കൂടെ ഉണ്ടാവും. ഇനി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൽഫയുടെ ക്യാമ്പസിലേക്ക് നേരിട്ട് വരാം. എക്സ്പേർട്ട് ടീം നിങ്ങളെ സഹായിക്കാനും കൂടെ ഉണ്ടാവും. ഇതിനോടൊപ്പം ഇത് നമുക്കറിയാം, നീറ്റിന്റെ എക്സാമിനേഷന് പഠിക്കേണ്ടത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 3 സബ്ജക്റ്റ് ആണ്. 11ലെയും 12ലെയും പോർഷൻസ് ആണ്. ഇത് NTA അനൗൺസ് ചെയ്തിരിക്കുന്ന കൃത്യമായ സിലബസിൽ നന്നായിട്ട് അതിൻ്റെ തിയറി പഠിച്ച് ക്വസ്റ്റ്യൻ ചെയ്യേണ്ട പാറ്റേൺ പഠിച്ച് മോഡൽ എക്സാമിനേഷൻ സീരീസ് അറ്റൻഡ് ചെയ്ത് നല്ല ഒരു കെയറോടുകൂടി മിസ്റ്റേക്കുകൾ ഇല്ലാതെ എക്സാമിനേഷൻ എഴുതുമ്പോഴാണ്, ടൈം മാനേജ് ചെയ്ത് പരീക്ഷ എഴുതുമ്പോഴാണ് നാം വിജയമായി മാറുന്നത്. ഇതുപോലുള്ള സമയത്തൊക്കെ നിങ്ങളെ ഏറ്റവും നന്നായി പഠിപ്പിക്കാൻ, ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ ഇനിയുള്ള സമയത്ത് ഇതേപോലൊരു സിസ്റ്റത്തിന്റെ പാർട്ടായി പഠിക്കാൻ, നല്ല കെയറോടുകൂടി പഠിക്കാൻ, ഹോസ്റ്റൽ സൗകര്യത്തോടുകൂടി പഠിക്കാൻ ആൽഫയുടെ ക്യാമ്പസിലേക്ക് നിങ്ങൾക്ക് വരാം. +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾ പല രീതിയിൽ ഒരു പ്രിപ്പറേഷൻ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിലും ഇനിയുള്ള സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോഡൽ എക്സാം സീരീസ് അറ്റൻഡ് ചെയ്യാൻ 100 മോഡൽ എക്സാമിനേഷൻ നിങ്ങൾക്ക് എഴുതാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ എക്സാമിനേഷൻ സീരീസ് ആൽഫയിൽ റെഡിയാണ്. നിങ്ങൾ ഈ വർഷത്തെ എക്സാമിനേഷന് ടോപ്പ് റാങ്ക് അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണോ? ആഗ്രഹമാണ് വേണ്ടത്. നിങ്ങളെ വിജയിക്കാൻ കഴിവുള്ളവരാക്കി മാറ്റാൻ ആൽഫ അക്കാഡമി റെഡിയാണ്. കാരണം ഏറ്റവും നല്ല സ്റ്റഡി മെറ്റീരിയൽസും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 100 മോഡൽ എക്സാമിനേഷനും നിങ്ങളിലേക്ക് എത്തിക്കാം. നിങ്ങൾ എത്ര ദൂരെയുള്ള വിദ്യാർത്ഥികളും ആവട്ടെ, ആൽഫയിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് മോഡൽ എക്സാമിനേഷൻ എഴുതാം. അത് ഓൺലൈനായും ഓഫ്ലൈനായും എഴുതാം. എക്സാമിനേഷൻ എഴുതി നിങ്ങളുടെ മിസ്റ്റേക്കുകളെ കറക്റ്റ് ചെയ്തുകൊണ്ട് ഏറ്റവും നല്ലൊരു വിജയത്തിലെത്താൻ അത് ക്രാഷ് കോഴ്സ് പഠിക്കാം, പഠിക്കാതെ ഇരിക്കാം. നിങ്ങൾക്ക് എന്താണോ ആവശ്യം, നിങ്ങളുടെ ആവശ്യങ്ങൾക്കൊപ്പം ആൽഫ അക്കാഡമി ഉണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ 24 ഇയേഴ്സായി സാധാരണക്കാരായ വിദ്യാർത്ഥികളെ പോലും ഏറ്റവും നല്ല വിജയത്തിലേക്ക് ആൽഫ അക്കാഡമി എത്തിക്കുന്നത്. ധാരാളം ബ്രാഞ്ചുകളൊന്നുമില്ല, സിംഗിൾ സെൻട്രൽ പേഴ്സണൽ അറ്റൻഷനാണ് ആൽഫയുടെ പ്രത്യേകത. ഇനി ഈ സിസ്റ്റത്തിന്റെ പാർട്ടായി പഠിക്കുവാനോ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനോ, ഇനി ഇതിനൊക്കെ ശേഷം എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഓൺലൈൻ പാറ്റേണിൽ തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്യണം. ആ സമയത്തും ഒക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആൽഫ അക്കാഡമി കൂടെ ഉണ്ടാവും. തീർച്ചയായും ഏറ്റവും സിസ്റ്റമാറ്റിക്കായ ഒരു മെത്തേഡിലൂടെ തന്നെ, ഏറ്റവും സ്മാർട്ടായ മെത്തേഡിലൂടെ തന്നെ വിജയത്തിലെത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. അതിന് നിങ്ങളോടൊപ്പം കൂട്ടായി എപ്പോഴും ആൽഫ അക്കാഡമി ഉണ്ട് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഏറ്റവും നല്ല വിജയത്തിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ബെസ്റ്റ് വിഷസ്.